എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ദുർഗ സീരിയലിന്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് പോയാലോ? ഇന്ന് നമ്മളെ എന്താ പറയാ, നമ്മളെ കണ്ണീര് കലിയിപ്പിക്കുന്ന ഒരു എപ്പിസോഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാമേ. ഇന്നത്തെ എപ്പിസോഡ് ആരും മിസ് ചെയ്യരുത്. അത്രയും എന്താ പറയാ, നല്ലൊരു എപ്പിസോഡാട്ടോ. അങ്ങനെ കിരൺ ആരും ഇല്ലാത്ത സ്ഥലത്ത് എത്തുന്നു. അങ്ങനെ ഗുണ്ടകളെല്ലാം ചേർന്ന് കിരൺ പക്ഷെ ആദ്യം എല്ലാവരും നല്ല നല്ല രീതിയിൽ തന്നെ ആദ്യം എല്ലാവർക്കും കൊടുക്കുന്നു. അതിന്റെ ഇടയിൽ ഗുണ്ടകള് കിരണിനും കൊടുക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തല്ലുന്നു. ഈ സമയത്ത് പൃഥ്വി അവിടെ എത്തുകയാണ്. ദുർഗയാണെങ്കിൽ ഓട്ടോയിൽ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഈ സമയത്ത് പൃഥ്വി മുഖംമൂടിയൊക്കെ ധരിച്ച് ഒരു കത്തിയുണ്ട് കയ്യില്. കാരണം കിരണിനെ കൊല്ലുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ചെല്ലുന്നത്. അവസാനം ഗുണ്ടകൾക്ക് നല്ലത് കിട്ടിക്കഴിയുമ്പോഴത്തേനും ഗുണ്ടകൾക്ക് തിരിച്ചടയ്ക്കാൻ പറ്റാതാവും. ഗുണ്ടകളെ എടുത്ത് കറക്കി നിലത്തൊക്കെ അടിക്കും കിരൺ. നല്ല രീതിയിൽ തന്നെ ചെയ്യും. അങ്ങനെ ഒരു ഗുണ്ടയെ അടിക്കുന്ന സമയത്ത് നമ്മുടെ പൃഥ്വി പുറകിലൂടെ വന്നിട്ട് നമ്മുടെ കിരണിന് സ്വന്തം ചേട്ടന് തന്നെ കത്തി കൊണ്ട് കുത്തുകയാണ്. അപ്പം കിരൺ ഇങ്ങനെ വേദന കൊണ്ട് പൊളയും കേട്ടോ. അങ്ങനെ രണ്ടാമത് ഒരു കുത്തും കൂടെ കുത്തും. ആ കുത്തും കിരൺ കൊള്ളുവേ. മൂന്നാമത് കുത്തുമ്പത്തേനും കിരൺ ആ കത്തിയിൽ കയറി പിടിക്കും. ഭയങ്കരമായിട്ട് പിടിക്കും. എങ്ങനെയെങ്കിലും ഈ പൃഥ്വിനെ പിടിക്കാൻ വേണ്ടി നോക്കും. പക്ഷെ കിരണിന് സാധിക്കത്തില്ല. ഈ സമയത്ത് ഗുണ്ടകളെല്ലാം ഓടി അവരുടെ കാറിൽ രക്ഷപ്പെടുവേ. അപ്പൊ പെട്ടെന്ന് കിരണിന് അങ്ങനെ ബോധം മറയുന്നത് പോലെ പോവും. കിരൺ അങ്ങ് വീഴും. ഈ സമയത്ത് പൃഥ്വി എന്ത് ചെയ്യും, അവിടുന്ന് ഓടി രക്ഷപ്പെടുന്ന സമയത്ത് പൃഥ്വിയുടെ കയ്യിലിരുന്ന വാച്ച് അവിടെ വീഴും. കത്തി വലിച്ചെറിയും. അങ്ങനെ പൃഥ്വിയും പോവുകയാണ്. കിരണാണെങ്കിൽ കിരണ് ബോധമുണ്ട് അപ്പം, പക്ഷെ വേദന കൊണ്ട് പുളയുന്നു. ഈ സമയത്ത് ദുർഗയാണെങ്കിൽ കിരണിനെ അന്വേഷിച്ച് വരികയാണ്. എവിടെ പോയിന്ന് അറിയില്ല. ഉടനെ അഖിലിനെ വിളിച്ച് ദുർഗ പറയും കിരണിന്റെ ലൊക്കേഷനും പൃഥ്വിയുടെ ലൊക്കേഷൻ എവിടെയാണെന്ന് ഒന്ന് നോക്കിയിട്ട് പറയാൻ പറയും. പെട്ടെന്ന് അഖില് പറയും പൃഥ്വിയും കിരണും ഒരു സ്ഥലത്തായിരുന്നു, പക്ഷെ പൃഥ്വി അവിടുന്ന് പോയി. ഇപ്പൊ കിരൺ മാത്രമേ അവിടെ ഉള്ളെന്ന് പറയും. ആ സ്ഥലം ലൊക്കേഷൻ അയക്കാൻ പറയാം. അങ്ങനെ ലൊക്കേഷൻ അയക്കുക. അങ്ങനെ ഓട്ടോയിൽ അവിടെ എത്തും. അപ്പൊ ഓട്ടോയിൽ പൈസ കൊടുക്കാൻ മറന്നു പോകുമ്പോൾ ഇറങ്ങുമ്പോഴത്തേനും ഓട്ടോക്കാരൻ പറയും പൈസ തന്നിട്ട് പോകും. അങ്ങനെ ദുർഗ പൈസ കൊടുത്തിട്ട് നേരെ പോകും. അപ്പത്തേനും കിരൺ ഇങ്ങനെ വേദന കൊണ്ട് പുളയുന്നതാണ് കാണുന്നത്. പെട്ടെന്ന് തന്നെ അവിടുന്ന് ഒരു തുണി എടുത്ത് കീറി വയറിന് ഫുള്ള് കിട്ടും. എന്നിട്ട് പറയും കിരൺ ടെൻഷൻ അടിക്കേണ്ട, സാരമില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്താമെന്ന് പറയുകയാണ്. ആ സമയത്ത് ദുർഗ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോഴത്തേന് ആ വാച്ച് കാണും. ദുർഗ അത് കയ്യിലെടുക്കും. എന്നിട്ട് റോഡിലൂടെ പോവുക. അങ്ങനെ കുറേ വണ്ടികളെ കൈ കാണിക്കും. പക്ഷെ ആരും നിർത്തത്തില്ല. രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് ആരും നിർത്തത്തില്ല. അവസാനം ഒരു വണ്ടി വരുമ്പോൾ അവർ നിർത്തും. അങ്ങനെ നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴത്തേനും ഡോക്ടർ പറയും ഇത് കത്തിക്കുത്തല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റത്തില്ല. പോലീസിൽ ഇന്റിമേഷൻ കൊടുത്താലേ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയും. അപ്പൊ ദുർഗ പറയും നിങ്ങളിപ്പോ അങ്ങനെ പറയില്ല, കിരണിന്റെ ജീവനാണ് വലുത്, കേസൊക്കെ നമുക്ക് പിന്നീട് നോക്കാം, അതിന് ഒന്നും വരാതെ ഞാൻ ശ്രദ്ധിച്ചോളാന്ന് പറയും. അപ്പൊ ഡോക്ടർ പറയും നിങ്ങൾ ഇതിനാരാ? അപ്പൊ പെട്ടെന്ന് തന്റെ ഇത് പറയാൻ വേണ്ടി ശ്രമിക്കുന്നതിന് പെട്ടെന്ന് ദുർഗയ്ക്ക് ബോധം വരും. അപ്പൊ ദുർഗ പറയും അയ്യോ ഞാൻ ആരും ആയിക്കോട്ടെ സാറേ, ഇപ്പൊ കിരണിന്റെ ജീവൻ ഒന്ന് രക്ഷിക്കും, എന്നിട്ട് ബാക്കി നമുക്ക് പിന്നെ സംസാരിക്കാന്ന് പറയണം. അങ്ങനെ കൈകളോടെ അവരുടെ മുമ്പിൽ ഡോക്ടേഴ്സിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്തിന് കിരണിന്റെ ബോധം എല്ലാം പോയി, അനക്കമില്ല, ഒന്നുമില്ല. അങ്ങനെ കിരണിനെ അകത്തേക്ക് കൊണ്ടുപോവുകയാണ്. പാവം ദുർഗ ഇങ്ങനെ വിഷം വെച്ച് ഭയങ്കരമായിട്ട് പൊട്ടിക്കരയുകയാണ്. കിരണിന്റെ കൂടെയുള്ള നല്ല നിമിഷങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ്. രണ്ടുപേരും പിണങ്ങിയും മിണങ്ങിയും നടന്ന കാര്യങ്ങളും ഒരുമിച്ച് കോഫി കുടിച്ചതും രാത്രിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയാ നല്ല സന്തോഷത്തിൽ കഴിഞ്ഞതും എല്ലാ കാര്യങ്ങളും ദുർഗ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ്. വളരെ വിഷമത്തോടു കൂടി ഭയങ്കര ഇതായിട്ട് ആലോചിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പൃഥ്വി വീട്ടിലേക്ക് ചെല്ലുകയാണ്. ആ സമയത്ത് അഷിത പറയും ആ പൃഥ്വിയെ ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു, പൃഥ്വി എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ടെന്ന് പറയാം. പൃഥ്വിയും പറയും എനിക്കും ഒരു സന്തോഷ വാർത്ത പറയാനുണ്ടെന്ന് പറയും. അപ്പൊ പറയും ഞാൻ പറയട്ടെ എന്ന് പറയും. അങ്ങനെ ആഷിത പറയാ ആ ദുർഗയും കിരണും കൂടെ നാളെ ഇവിടുന്ന് പോവുകയാണെന്ന് പറയും. അവരങ്ങനെ സമ്മതിച്ചോന്ന് ചോദിക്കുക. അവര് മുത്തശ്ശിയെ വിളിച്ച് പറഞ്ഞെന്ന്, നാളെ രാവിലെ അവർ ഇവിടുന്ന് പോകും, നാളെ എല്ലാവരെയും അറിയിക്കാനായിരിക്കും എന്ന് പറയേ. അപ്പൊ പൃഥ്വി പറയും എന്റെ ആവശ്യം അവരെ ഇവിടുന്ന് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കണം എന്നായിരുന്നു, അത് സംഭവിച്ചല്ലോ, എനിക്ക് സന്തോഷമായി എന്ന് പറയേ. പക്ഷെ പൃഥ്വി അത് കഴിഞ്ഞിട്ട് മാറി ഇന്നിങ്ങനെ ആലോചിക്കും. പൃഥ്വിയുടെ മനസ്സിൽ ഒരു ഇത് വരികയാണ്. അവര് പോകാന്ന് പറയുകയും ചെയ്തു, എന്നാൽ പൃഥ്വിയുടെ വിചാരം കിരൺ മരിക്കുമെന്ന് തന്നെയാണ്, അതേപോലെ കുത്തിയിട്ടാണ് പോയത്. അങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. ഈ പിന്നീട് നമ്മുടെ ഇന്ദ്രപ്രസ്ഥത്തിലാണെങ്കിൽ പൂർണിമയും മഹാദേവനും കൂടെ കണക്കും കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. അപ്പോഴാണ് സഹദേവൻ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പൊ സഹദേവൻ ചോദിക്കുക കിരണിനെയും ദുർഗയും ഇവിടെയൊന്നും കാണുന്നില്ല, അവരെവിടെ പോയി എന്ന് ചോദിക്കുക. അപ്പൊ പൂർണ്ണിമ പറയാം അവരും എല്ലാം പുറത്ത് പോയതായിരിക്കും, അതൊന്നുമല്ല, എല്ലാ രാത്രികളിലും അവർ പോകുന്നുണ്ട്, ഇത് എന്തോ പന്തികേടുണ്ട്, അവരെ ഇവിടുന്ന് പറഞ്ഞു വിടണമെന്ന് ഞാൻ പറഞ്ഞല്ലേ, ഈ പൂർണ്ണിമയ്ക്കാണല്ലോ അതിന്റെ സൂക്കേട്. അപ്പൊ എല്ലാവരും കൂടെ പൂർണ്ണിമയെ എതിർക്കുകയെ. അപ്പം പൂർണ്ണിമ പറയാം അതിനെന്താ അവരിവിടെ നിന്ന് പറയും, പിന്നെ രണ്ടുപേർക്കുള്ള ഭക്ഷണം ഇതിനൊക്കെ പൈസ പോകത്തില്ലെന്ന് ചോദിക്കും. എന്താ ചെറിയമ്മ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറഞ്ഞു പൂർണ്ണിമ പറയാം അല്ല നിങ്ങൾക്കാണ്, നിങ്ങൾ എന്തൊക്കെ അവരുടെ കാര്യങ്ങൾ മറയ്ക്കുന്നുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ അവരെ പറഞ്ഞു വിടാത്തതെന്നൊക്കെ ഇവർ രണ്ടുപേരും പറയുകയെ. അപ്പൊ പൂർണ്ണിമ പറയും ഞാൻ വിളിച്ചു നോക്കാം അവരെ. വിളിച്ചു നോക്ക് അപ്പൊ നമുക്ക് അറിയാലോ എന്ന് പറയും. ഇതേ സമയത്ത്
പൂർണിമയാണെങ്കിൽ ജോർജ് സാറിനെ വിളിച്ച് നമ്മുടെ ദുർഗയാണെങ്കിൽ ജോർജ് സാറിനെ വിളിച്ച് എല്ലാ കാര്യങ്ങളും പറയും. കേസാകാൻ ശ്രദ്ധിക്കണം സാർ, ഞങ്ങളുടെ ഐഡന്റിറ്റി ഇവിടെ വെളിപ്പെടുത്താൻ പറ്റത്തില്ല. അപ്പം പറയും നീ ടെൻഷൻ അടിക്കണ്ട. അപ്പൊ സാറ് പറയും ഞാൻ വരാന്ന്. വേണ്ട സാർ, അത് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാവുമല്ലോ, അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാന്ന് പറയാം. അപ്പൊ പറയാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണം ചെടി എന്ന് പറഞ്ഞ് അങ്ങനെ ഫോൺ വെക്കുകയാണ്. അങ്ങനെ ഫോൺ വെച്ച് തിരിയുമ്പോഴത്തേനാണ് അകത്തുനിന്ന് ഡോക്ടേഴ്സ് ഇറങ്ങി വരുന്നത്. അപ്പൊ പെട്ടെന്ന് ഓടി ചെല്ലും ദുർഗ വന്നിട്ട് ചോദിക്കുക എന്ത് പറ്റി സാറേ, ഇപ്പൊ എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുക. അപ്പൊ പറയും ഒന്നും പറയായിട്ടില്ല, AB പോസിറ്റീവ് ബ്ലഡ് വേണം, ഞങ്ങളുടെ ബ്ലഡ് ബാങ്കിൽ ഉണ്ടോ എന്ന് നോക്കട്ടെ, പക്ഷെ റെയർ ആണ്, എവിടെയെങ്കിലും കിട്ടുമെന്ന് നിങ്ങളും അന്വേഷിക്കാൻ പറയും. പിന്നെ ദുർഗയ്ക്ക് ആകെ ടെൻഷനാവും. ദുർഗ എന്നിട്ട് ഒരു നമ്പറിൽ വിളിക്കുക. അപ്പൊ അവര് പറയും ഇത് റെയർ ഗ്രൂപ്പാണ്, ഇവിടെ ആ ബ്ലഡ് ഗ്രൂപ്പ് കിട്ടത്തില്ല എന്ന് പറയുകയാണ്. അപ്പൊ അവര് പറയും ഒരു നമ്പർ ഉണ്ട്, ഞാൻ മെസ്സേജ് ഇടാം, നിങ്ങൾ അതിൽ വിളിച്ചു നോക്കൂ എന്ന് പറയുകയാണ്. അങ്ങനെ ദുർഗ വീണ്ടും ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് മെസ്സേജ് വരിക. അങ്ങനെ ഒരു നമ്പറിലേക്ക് ഫോൺ വിളിക്കുകയാണ്. അപ്പൊ കിരണിന്റെ ജീവന് വേണ്ടിയിട്ട് ദുർഗ ഇങ്ങനെ എന്താ പറയാ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, കിരണ് ഒന്നും സംഭവിക്കില്ല എന്ന്. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പൊ നാളത്തെ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക. എന്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക്